ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻസിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പോൾ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ വരാൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ കേട്ടോ. അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഫസ്റ്റത്തെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കിൻ ബ്രൈറ്റനിങ്ങും വൈറ്റനിങ് ക്രീംസും ഒക്കെ ഇല്ലേ, അത് യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ലിപ്പിലെ പിഗ്മെൻറ്റേഷൻസ് വരാൻ കാരണമാവുന്നുണ്ട് കേട്ടോ. ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻസ് വരാൻ കാരണമാവുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ B12, വിറ്റാമിൻ ഇ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ഇതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻസ് വരും. അതേപോലെ തന്നെ PCOS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോണൽ ഡെഫിഷ്യൻസി ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഇതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻസ് വരാൻ കാരണമാവുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഡ്രോളിങ്. അതായത് എന്താ പറയുക, നമുക്ക് ഈ വായി കിടക്കാൻ നേരത്ത് ഉറങ്ങാൻ നേരത്തൊക്കെ വായിക്കൂടി ഇങ്ങനെ പതുപതാ വെള്ളം പോലെ വരൂലേ, അതിന് ഈത്തൽ എന്നാണ് ഇവിടെ പറയാറ്. അപ്പം അത് വരുന്നവർക്കും ഇതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻസ് വരും. പിന്നെ ലാസ്റ്റ് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ, മിക്ക ആൾക്കാരും പക്ഷെ അങ്ങനെ ചെയ്യാൻ നേരത്ത് പിഗ്മെൻറ്റേഷൻസ് വരാൻ കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഡാർക്കായിട്ടുള്ള ലിപ്പ് ഒന്ന് ഒഴിവാക്കി ചെറിയ രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ബൈ.